ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നെയ് പായസം അല്ലെങ്കിൽ ശർക്കര പായസം, എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം, ശർക്കര പായസം എന്ന്. അപ്പോൾ അതുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 7 to 8 അച്ച് ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കുക അലിയാൻ ബാക്കിയുണ്ടോ എന്നൊക്കെ. പിന്നെ 1 കപ്പ് ഉണങ്ങല്ലരി ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ്. അപ്പോൾ ആ 10 മിനിറ്റ് അത് കുതിരുമ്പോൾ ശർക്കര മീൻ വയൽ നമുക്ക് മെൽട്ടായിട്ട് കിട്ടും. ഡയറക്റ്റ്ലി നമുക്ക് ഇടാം, പക്ഷേ ഇമ്പ്യൂരിറ്റീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം ശർക്കര ഉരുക്കുന്നത്. അപ്പം ഇത് ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ഇതിൻ്റെ വലിയ കാര്യമായിട്ടുള്ള ഐഡിയ ഒന്നുമില്ല, എനിക്ക് എപ്പോഴും അമ്മയാണ് ഉണ്ടാക്കി തരാറ്. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് കഴുകി കുതിർത്ത് വെച്ച അരി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് വെക്കാം, ഒരു വിസിലടിച്ചാൽ മതി. പക്ഷെ ഞാൻ കുക്കറിലല്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കുക വേവായോ എന്ന്. നല്ലോണം വെന്തോട്ടെ, ബിക്കോസ് ശർക്കര ഒഴിക്കുമ്പോൾ അതൊരിത്തിരി ഹാർഡായി പോവും. അപ്പോൾ ഒരുവിധം വെന്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ശർക്കര അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ ഓൾറെഡി അരിച്ച് വെച്ചിരുന്നു, അപ്പോൾ അതെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക, എന്നിട്ട് മധുരം നോക്കിയതിന് ശേഷം മാത്രം മുഴുവനായിട്ട് എടുത്ത് ഒഴിക്കുക. ഇപ്പോൾ 8 എന്നൊക്കെ പറഞ്ഞാൽ മധുരം ഒരു പൊടി മേലെ ആയിരുന്നു, ശരിക്കൊരു 6 to 7 മതിയായിരിക്കും. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എന്താ കളറ് വരാത്തതെന്ന് വെച്ചാൽ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാൻ എന്നിട്ട് നോക്കാതെ വീണ്ടും ഒന്നും കൂടെ ഒഴിച്ചു. എന്നിട്ട് മിക്സ് ചെയ്തപ്പോൾ ഞാൻ ആഗ്രഹിച്ച കളർ വന്നു. ഇത് കുറച്ചും കൂടിയും ഡാർക്കർ ആവണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യണ ശർക്കര കുറച്ചും കൂടിയും ഡാർക്കർ ശർക്കര ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റാൻഡൊന്നും വെച്ച് ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് എന്താ പറയുക നന്നായിട്ടില്ലാത്തത്. അപ്പോൾ അത് ഓൾറെഡി ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്കൊരു 4-5 ഏലക്കായ പൊടിച്ചത് അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ളുപ്പാണ്. മധുരമുള്ള എന്ത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളുപ്പ് ഇട്ടാലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ബാലൻസായി കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓരോരുത്തരുടെ ചോയ്സാണ്. ചിലർക്ക് കട്ടയായിട്ടുള്ളതായിരിക്കും ഇഷ്ടം, എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. ബട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല, കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്പായസം എന്നൊക്കെയാണല്ലോ പേര്. അപ്പോൾ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് അതിലൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, 1.5 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാഷ്നട്ടും കിസ്മിസും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലാക്ക് കിസ്മിസും കുറച്ച് കാഷ്നട്ടും നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ റെസിപ്പീസിലും നമ്മൾ കാണുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം അല്ലെങ്കിൽ 2 കപ്പ് വെള്ളം എന്നാണ്. പക്ഷെ ഞാൻ വെച്ചപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 3-4 കപ്പ് വെള്ളം ഞാൻ അഡീഷണലി ആഡ് ചെയ്യേണ്ടി വന്നു. ആദ്യം ഞാൻ 2 കപ്പ് വെള്ളം അരിയുടെ ഒപ്പം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് വേവും തോറും ഇങ്ങനെ കട്ടയായി വരുമ്പോൾ ഞാൻ ഒരു 2 കപ്പും കൂടി വെള്ളം ഇപ്പോഴായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാഷ്നട്ട് ഒരു പാകം റോസ്റ്റഡ് കളറാകുമ്പോൾ ബ്ലാക്ക് കിസ്മിസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് ഈ പായസത്തിൽ അത് കാണുന്നതാണ് ഇഷ്ടം. സോ ഇത് രണ്ടും ആഡ് ചെയ്ത് ഇപ്പോൾ ഈ മുന്തിരി ഇങ്ങനെ വീർത്ത് വരും, അതൊരു സാറ്റിസ്ഫൈയിങ് വിഷ്വലാണ്. അപ്പോൾ അതിങ്ങനെ വീർത്ത് വരട്ടെ. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ നിർത്തുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നേരത്തേക്കാളൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നൊരു വൈബിലാണല്ലോ നമ്മളിത് പൊതുവേ കഴിക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തുളസിയുടെ ഇല അതിലിട്ടിട്ടുണ്ട്, ഒരു 3 എണ്ണം. തെച്ചിയുടെ പൂവ് ഇടുന്നവരുണ്ട്, അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ തുളസി മാത്രം ഇട്ട് അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകും. അപ്പോൾ അതാണ് ഒരുപാട് ഞാനിവിടെ വെച്ച് തന്നെ കട്ടിയാക്കാത്തത്. അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം കണ്ടതിന് ഇത്രയും വെള്ളം വറ്റി ഇതേ ഒരു നോർമൽ കുറുകിയ പരുവത്തിലേക്ക് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് പരിപാടി ഇത്രേ ഉള്ളൂ. ഇപ്പോൾ സംഭവം സെറ്റാണ്. ഇനി ഒരു വാഴയില കൊണ്ട് മൂടി വയ്ക്കുക. അപ്പോൾ ആ വാഴയിലയിൽ ആ സ്മെല്ല് വരും. പിന്നെ ഞാൻ ഇത് ദേവിക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചേട്ടനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണം, ഐ ഹാവ് മെയ്ഡ് സംതിങ് ഫോർ യു എന്നൊക്കെ. അപ്പോൾ എന്താണെന്നൊന്നും ആൾക്കറിയില്ല, ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ ആൾക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നേരെ വരണ വഴിയാ. അപ്പോൾ ഞാൻ
എന്താ പറയുക, ഒരു ഇലയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല കണ്ടപ്പോൾ തന്നെ ആൾ ഉറപ്പിച്ചു പായസമാണല്ലേ എന്ന്. അപ്പോൾ ഓക്കെ, വാവ്, ആ സംഭവമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.